ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടണോ വേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. കാരണം എനിക്കിത് പറയാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി വേണ്ട, വേണ്ട എന്തിനാ വെറുതെ വേണ്ട എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇന്ന് രാവിലെ എന്റെ ഫീഡിൽ ഒരു വീഡിയോ വന്നു. ഇൻസ്റ്റാഗ്രാം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ജന്തർ മന്തറിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. അതിൽ പ്രൊട്ടസ്റ്റില് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് പോയല്ലോ, എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഒരു പൊസിഷനിലുള്ള ഒരാളോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സ്റ്റുഡൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികളെ കുറിച്ചോ അയാൾക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറയില്ലായിരുന്നു. അയാൾ പറഞ്ഞത് ഇവിടുന്ന് പോയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ പല ആൾക്കാരും റീച്ചിന് വേണ്ടിയിട്ട് ലൈക്കിന് വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്നുള്ളത്. ഒന്ന് ആലോചിക്കണം, എന്ത് ബുദ്ധിയാണ് അയാൾക്കുള്ളതെന്ന് എനിക്കറിയില്ല. അയാൾ എപ്പോഴും അതിനെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. അയാൾ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരും അങ്ങനെയാണ് കാണുന്നത്. നാളെ സമയത്ത് നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ, നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നാളെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ അയാൾ വന്നിരുന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ടും ലൈക്കിന് വേണ്ടിയിട്ടും ഒക്കെയാണ് അവിടെ പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്ത് ബുദ്ധിയാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാം. ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അവിടെ നടക്കുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളെ എത്രയോ വർഷം കൊണ്ട് അവര് പഠിച്ച് ഉറക്കമില്ലാതെ പഠിച്ച് എത്രയോ മണിക്കൂർ 12-14 മണിക്കൂർ വരെ പഠിച്ചിരുന്ന എക്സാം എഴുതുക, ആ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്കായി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം, അതിൽ എത്ര പേരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എത്ര പേര് സൂയിസൈഡ് ചെയ്തു? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും സംസാരിക്കുന്നത്. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ കുറെ ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു ബോധവും ഇല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മളെങ്കിലും അതിനു വേണ്ടി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു.